ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെസ്സി ചതിച്ചാശാൻ കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറയുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു കായിക വകുപ്പ് മന്ത്രി ഉണ്ടെന്നും അത് അബ്ദുൾ റഹ്മാൻ ആണെന്നുള്ള കാര്യം കഴിഞ്ഞ 4 വർഷമായി കേരളത്തിലെ ജനങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ കേരളത്തിലെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ, ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ അറിഞ്ഞുകൊണ്ട് ഇറക്കിയ ഒരു കള്ളത്തരമായിരുന്നു ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ലോകകപ്പ് വിജയത്തോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ രാജ്യമായ അർജൻറ്റീന ലോകത്തെ മുഴുവൻ ആൾക്കാരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി കഴിഞ്ഞു. പ്രത്യേകിച്ച് യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു കളിയാണ് ഫുട്ബോൾ. അബ്ദുൾ റഹ്മാൻ കായിക വകുപ്പ് മന്ത്രിയാണെന്ന് അറിയുവാനുള്ള കാരണം മിശിഹ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ന് ലോക ഫുട്ബോളിൻ്റെ ഇതിഹാസമായി മാറിയ ലയണൽ മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ താരത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ഒരു കായിക വകുപ്പ് മന്ത്രി കേരളത്തിലുണ്ടെന്ന് ആദ്യമായി അറിയുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തായിരുന്നു ഈ കായിക വകുപ്പ് മന്ത്രിയുടെ ഉദ്ദേശം? യഥാർത്ഥത്തിൽ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ചർച്ച നടത്തിയതിന് ശേഷമാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചത് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. 2024 ആദ്യമായിരുന്നു ഇത്തരം പ്രഖ്യാപനങ്ങൾ. പിന്നീട് കേരള സംസ്ഥാനവും അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ധാരണയുണ്ടാക്കിയെന്നും ആ ധാരണ പ്രകാരം ലോക ഫുട്ബോൾ ഇതിഹാസമായ മെസ്സിയും കൂട്ടരും അർജൻറ്റീന ടീം കേരളത്തിൽ കളിക്കാനെത്തും എന്നുമാണ് മന്ത്രി അറിയിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ അക്കാര്യത്തിലുണ്ടായിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. ഇതൊരു രാഷ്ട്രീയ കളിയായിരുന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. കാരണം കേരളത്തിൽ പ്രത്യേകിച്ചും മലബാർ മേഖലയിൽ വിശേഷിച്ചും ഫുട്ബോൾ ഒരു ലഹരിയാണ്, ഒരു ഹരമാണ്. അപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗിമ്മിക്ക് കാണിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു തന്ത്രമാണ്. ആ തന്ത്രത്തിൻ്റെ ഒരു ഭാഗമായി മാത്രമാണ് മെസ്സിയെ കൊണ്ടുവരും എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടായത് എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. അപ്പോൾ മെസ്സിയെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, അർജൻറ്റീന ടീമിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഭീമമായ ഒരു തുക കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ തുക കൊടുക്കുവാൻ ആദ്യം ഇവർ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെയും ഗോൾഡ് മർച്ചൻറ്റ്സ് അസോസിയേഷനുമൊക്കെ സമീപിച്ചു. എന്നാൽ എന്തുകൊണ്ടോ ആ ധാരണ നടപ്പായില്ല. പിന്നീട് അവർ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുമായി അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ധാരണയുണ്ടാക്കുവാൻ ഗവൺമെൻറ് പിറകിൽ നിന്ന് കളിച്ചു എന്നുള്ളതാണ് സത്യം. ഈ റിപ്പോർട്ടർ ചാനലിലെ പോലെ ഒരു ചാനലിനെ ഇത്തരം ഒരു പരിപാടി ഗവൺമെൻറ് സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റുവാൻ എന്തായിരുന്നു ഈ ഗവൺമെൻറ്റിന് താല്പര്യം എന്നുള്ളതും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ വിഷയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ കളി എന്ന് ഞാൻ പറഞ്ഞത്? 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ട്. ഈ വർഷം അവസാനത്തോടുകൂടി, അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങൾ ഒന്നും പറഞ്ഞ് അവകാശപ്പെടാനില്ല. അപ്പോൾ ഫുട്ബോൾ ലഹരി തലയ്ക്ക് പിടിച്ച കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുവാൻ ഫുട്ബോൾ ഇതിഹാസമായ മെസ്സിയെ കൊണ്ടുവന്നാൽ അത് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ഇത്തരം ഒരു നാടകം കളിച്ചത്. അതൊരു രാഷ്ട്രീയ കളിയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 130 കോടി രൂപയാണ് ഈ ഒരു സ്പോൺസർമാർ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുക്കേണ്ടിയിരുന്നത്. സ്പോൺസർമാർ പറയുന്നു അവർ ഈ തുക കൊടുത്തിരുന്നു എന്ന്. എങ്കിൽ ഈ തുക കൊടുക്കുവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി നമുക്ക് ആലോചിക്കണമല്ലോ. അപ്പോൾ 130 കോടി രൂപ മുടക്കിയാൽ അതിൽ കൂടുതൽ ലാഭം കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരത് മുടക്കാൻ തയ്യാറായത്. ഇത്തരം രാഷ്ട്രീയ കളികൾ ഇനിയും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തുടരും. പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന പരിപാടികൾ ഗവൺമെൻറ് സ്പോൺസേഡ് പരിപാടിയായി മാറ്റുന്നത് തീർച്ചയായും ശരിയല്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, 20ലേറെ മന്ത്രിമാരുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഭരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഏതൊക്കെ മന്ത്രിമാരാണ് എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു വിവരവും ഉണ്ടാവില്ല. ആകെ അറിയാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മാത്രമാണ്. ഇത്തരം കള്ളത്തരങ്ങൾ പലപ്പോഴായി പ്രചരിപ്പിച്ച് മാധ്യമശ്രദ്ധ നേടുകയും പൊതുജന ശ്രദ്ധ നേടുകയും മാത്രമാണ് പല മന്ത്രിമാരുടെയും ലക്ഷ്യം എന്ന് നമുക്കറിയാം. ഇപ്പോൾ സ്പോൺസർമാർ പറയുന്നത് അർജൻറ്റീന ടീം അടുത്ത വർഷം, അതായത് 2026 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരാൻ സന്നദ്ധരാണ് എന്ന് പറയും. കായിക വകുപ്പ് മന്ത്രിയും ഗവൺമെൻറ്റും പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്പോൺസർമാരും പറയുന്നു അത് ഞങ്ങൾക്ക് സമ്മതമല്ല എന്ന്. കേരളത്തിലെ ജനങ്ങൾ കാണാനിരിക്കുന്ന മെസ്സിയും അർജൻറ്റീന ടീമും അടുത്ത വർഷം വരുമെന്നുള്ള ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അതായാലും നടക്കട്ടെ എന്നുള്ളതാണ് പൊതുജനങ്ങൾ പറയുന്നത്. പക്ഷേ ഗവൺമെൻറ്റിനോ സ്പോൺസർമാർക്കോ അതിന് താല്പര്യമില്ല. കാരണം
പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് വോട്ടാക്കി മാറ്റാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ചിന്ത. അതുകൊണ്ടാണ് ഈ ഒക്ടോബറിൽ വന്നാൽ നവംബറിൽ നടക്കുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ രണ്ടിനും ഈ പേരിൽ നമുക്ക് പ്രയോജനം ചെയ്യും ഇവരുടെ രാഷ്ട്രീയ കളി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവരുടെ പ്രഖ്യാപനത്തിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് ഈ നയംമാറ്റം അല്ലെങ്കിൽ ഈ ഒരു ചൂടുമാറ്റം എന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ അർജൻറ്റീന ടീം വരും എന്ന് കൃത്യമായ ഒരു ധാരണയുമില്ലാതെ അവർ വരും എന്ന് അറിയിച്ച് പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിയ കായിക വകുപ്പ് മന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണം. അത് പറയാനുള്ള ആർജവം മന്ത്രിക്കുണ്ടാകും എന്നുള്ള വിശ്വാസം എനിക്കില്ല. എങ്കിലും പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ് എന്ന് ഈ വീഡിയോയിലൂടെ അറിയിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.